AICC എല്ലാം പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് റോളില്ല, ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല അതിന്റെ അകത്ത്. അത് സംസ്ഥാന നേതാക്കളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമെല്ലാം നിങ്ങൾ ചോദിക്കുന്നത്. കെ സുധാകരനുമായുള്ള ഗുസ്തിക്ക് ശേഷം VD സതീശൻ പറഞ്ഞതാണിത്. അങ്ങനെ വാശി പിടിച്ച് കണ്ണൂർ സീറ്റ് കെ സുധാകരൻ അങ്ങോട്ട് ഉറപ്പിച്ചു. എന്നെ അനുസരിച്ചില്ലെങ്കിൽ, സീറ്റ് തന്നില്ല എങ്കിൽ എനിക്ക് വേറൊന്നും നോക്കാനില്ല, നേരെ BJPയിലേക്ക്. ഇതായിരുന്നു കുറച്ചു മുമ്പ് വരെയുള്ള സുധാകര ലൈൻ. ഒടുവിൽ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സുധാകരൻ തന്റെ അധികാരമോഹം സാധിച്ചെടുത്തു. പുകച്ച് കാര്യം സാധിക്കുന്ന പരിപാടിയില്ലേ, അത് തന്നെ കഥ. ഇതിലെ വേറെ വശം എന്താണെന്ന് അറിയാമോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പേടിക്കാനില്ല, സ്ഥാനാർത്ഥി പട്ടിക ഉടനെ വരുമെന്ന്. തൊട്ടടുത്ത നിമിഷം ദാ വരുന്നു ഒരു പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗ്. കെ സുധാകരൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക്. കണ്ണൂർ സ്ഥാനാർത്ഥിയാകാൻ സുധാകരന്റെ കൈവിട്ട കളി എന്നൊക്കെ. പാവം സതീശൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു പെടാപ്പാടേ. കോന്നിയിൽ വേറൊരു പ്രശ്നം പൊട്ടിമുളച്ചു തുടങ്ങിയെന്നാണ് കേട്ടറിവ്. സീറ്റ് മോഹികളായ MP മാരെ ഒരു കരയ്ക്കടുപ്പിക്കുമ്പോൾ ദാണ്ടേ വരുന്നു വിമതപ്പടയും കൂട്ടരാജിയും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരാവൂരിലെ പോസ്റ്ററുകളിൽ വ്യാപകമായി KS ബ്രിഗേഡിന്റെ പേരിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ ആൾക്കാരെ മുഴുവൻ വേണുഗോപാൽ വെട്ടിമാറ്റിയെന്നും രണ്ടാം പട്ടികയിലും ഇത് അനുവദിക്കില്ലെന്നും പറഞ്ഞ് സതീശനും വന്നു. കൊച്ചി സീറ്റ് DCC പ്രസിഡന്റ് ഷിയാസിന് വേണ്ടി സതീശൻ വാദിക്കുമ്പോൾ ദീപ്തി മേരിക്കായി വേണുഗോപാലും പിടിമുറുക്കി കഴിഞ്ഞു. കുട്ടനാട് സീറ്റ് വിറ്റ് കാശാക്കി എന്നാണ് DCC വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ആരോപണം. അത് മാത്രമല്ല, ജോസഫും ജനറൽ സെക്രട്ടറി K ഗോപകുമാറും 10 നേതാക്കളും പാർട്ടി വിട്ട് അടുത്ത മേച്ചിൽപ്പുറം തേടി നടക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ സജി വിമതനാകും എന്നാണ് കേട്ടുകേൾവി. ചടയമംഗലത്തും ഇത് തന്നെ സ്ഥിതി. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടം. പുള്ളിയെ അംഗീകരിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പറയുന്നത്. പ്രതിഷേധത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. വാര്യർ വന്നാൽ വിമതൻ, അത് ഉറപ്പാ. എൽദോസ് കുന്നപ്പള്ളിയും ഇത്തിരി കടുപ്പത്തിലാണേ. സീറ്റ് നിഷേധിച്ചത് പുള്ളിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. തീർന്നില്ല, വൈകാതെ തന്നെ കോൺഗ്രസിൽ അടുത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകും. നേരത്തെ പറഞ്ഞില്ലേ കോന്നി, അത് തന്നെ. MP മാർക്ക് സീറ്റ് കൊടുക്കണ്ട എന്ന ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ നമ്മുടെ അടൂർ പ്രകാശ് ഒരു പോസ്റ്റ് അങ്ങിട്ടു. പാർട്ടി പറയുന്നിടത്ത് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയ വിശ്വാസം, കേരളത്തിൽ UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ്. സുധാകരന് മാത്രം ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ പ്രകാശ് പോസ്റ്റ് അങ്ങോട്ട് മുക്കി. അമ്പടാ, അത്രയ്ക്കായോ എന്നൊരു മൈൻഡ്. അപ്പോൾ പാർട്ടിയും ഇല്ല, പ്രവർത്തനവും ഇല്ല, സീറ്റ് മാത്രം. സുധാകരന് കിട്ടിയ ഇളവ് തനിക്കും വേണമെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി പിടിയും വലിയും ഉണ്ടാവുമോ? അധികാരമോഹികളുടെ കൈകളിൽ കേരളം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഏതായാലും സുധാകര മിഷൻ കഴിഞ്ഞു. ഇനി അടൂർ പ്രകാശ് കോന്നി മിഷൻ പാർട്ട് 2 വെയിറ്റിംഗ്.